എറണാകുളം ജില്ലയിലെ ചേന്ദമംഗലത്താണ് ഈ ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 17-ാം നൂറ്റാണ്ടിലാണ് ഈ പള്ളി നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. മട്ടാഞ്ചേരി ജൂതപ്പള്ളി കഴിഞ്ഞാൽ പിന്നെ വലിപ്പമേറിയ ജൂത ദേവാലയമാണിത്. 1661 മട്ടാഞ്ചേരി ജൂതപ്പള്ളി പോർച്ചുഗീസുകാർ ആക്രമിച്ച പോലെ ഇതും ആക്രമിച്ചിരിക്കാനാണ് സാധ്യത. കേരള സർക്കാരിൻ്റെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന പ്രകാരം ഈ പള്ളി 1565 നിർമ്മിക്കപ്പെട്ടതും 1621 പുതുക്കി പണിഞ്ഞിരിക്കാനുമാണ് സാധ്യത. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടെ ഇവിടെ ഉണ്ടായിരുന്ന അവസാനത്തെ ജൂതന്മാർ ഇസ്രായേലിലേക്ക് പോകുന്നതോടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് ഏറ്റെടുക്കാനുണ്ടായത്. പരമ്പരാഗത വാസ്തുവിദ്യയും പാശ്ചാത്യ സാങ്കേതിക വിദ്യയും ഇതിൻ്റെ നിർമ്മാണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കൊത്തുപണികളോട് കൂടിയ അൾത്താര, പല നിറങ്ങൾ പൂശിയ മച്ച്, മരം കൊണ്ട് നിർമ്മിച്ച മട്ടുപ്പാവ് എന്നിവ എടുത്തു പറയേണ്ടതാണ്. അതുമാത്രമല്ല, സ്ത്രീകൾക്ക് വേണ്ടി മറ്റൊരു മട്ടുപ്പാവ് കൂടെ കാണാം. അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടി പ്രത്യേക ഒരു കോവണി കൂടെ നിർമ്മിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പള്ളിയുടെ മോൾ ഭാഗത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലോറും റൂഫൊക്കെ ചെയ്തിരിക്കുന്ന ഫുള്ള് തടി കൊണ്ടാണ്. ഇത്തരം കാലപ്പഴക്കം ഉണ്ടെങ്കിലും ഇപ്പോഴും ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. നമ്മൾ മട്ടാഞ്ചേരി ജൂതപ്പള്ളി ചെല്ലുമ്പോൾ ഉള്ള പോലത്തെ തിരക്കൊന്നും നമുക്കിവിടെ കാണാൻ പറ്റത്തില്ല. ഇവിടെ ആകെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാണ്. ഇങ്ങോട്ടേക്ക് കയറാൻ വേണ്ടി ഒരാൾക്ക് ആകെ 10 രൂപ മാത്രമാണ് ടിക്കറ്റ് വരുന്നത്. നിങ്ങൾ കൂടാതെ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ 10 രൂപ കൂടി നമ്മൾ പേ ചെയ്യണം. ഇവിടെ പണ്ടുണ്ടായിരുന്ന ജൂതന്മാരുടെ ഈ പണ്ടുകാലത്ത് ഈ നിർമ്മിച്ച ഈ പള്ളിയുടെ ആദ്യകാല രൂപങ്ങളൊക്കെ താഴെ ഫ്രെയിം ചെയ്ത് ഫോട്ടോസൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ജൂതന്മാർ സംസാരിച്ചുകൊണ്ടിരുന്ന ഹീബ്രു ഭാഷയിലാണ് ഇത് കൂടുതലും എഴുതിയിരിക്കുന്നത്. അതുമാത്രമല്ല, അതിൻ്റെ ട്രാൻസ്ലേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഡോറ് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, ഇത് മൂന്ന് വലിപ്പത്തിലുള്ള ഡോറാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇത് ആക്ച്വലി ഒറ്റ വലിപ്പത്തിലുള്ള ഡോറാണ്. ഞാൻ ആ പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ കണ്ട വേറൊരു കാഴ്ചയെന്ന് വെച്ചാൽ ഈ ഒരു കല്ലറയിൽ വെക്കുന്ന ഈ ഒരു ഫലകങ്ങളാണ്. കല്ലറകളിൽ പേരും മരിച്ച തീയതിയൊക്കെ എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നൊരു സാധനമാണിത്. നമ്മുടെ പണ്ടുകാലത്തുണ്ടായിരുന്ന ചരിത്ര ശേഷിപ്പുകളാണ് ഈ പള്ളികളൊക്കെ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണാൻ വരുന്നവർ അടുത്ത തലമുറക്കും ഇതൊക്കെ കാണാൻ വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ വന്ന് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയാൽ തക്കതായ ശിക്ഷ ലഭിക്കുമെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം.